നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ഒരു 6 മന്ത്രിമാർ വരെ പരാജയപ്പെടുന്ന നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പോകെ പോകെ ആ PR എക്സസൈസിൻ്റെ ആവേശമൊക്കെ പോയിട്ട് ഇപ്പോൾ മന്ത്രിമാരുടെ എണ്ണം, പരാജയപ്പെടുന്നവരുടെ എണ്ണം അതിലും വലിയൊരു ഫിഗറായിരിക്കാനുള്ള ഒരു ഭീകരമായ സാധ്യതയില്ല. ഭീകരം എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ ഇത്രയും പേര് തോറ്റാൽ അത് ഗവൺമെൻറ്റിൻ്റെ തലക്കേറ്റ കൂടം കൊണ്ടുള്ള അടിയാണ്. അത്രയൊരു വലിയ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ മന്ത്രിമാർ ജയിക്കുമെന്നുള്ളത് നോക്കിയാൽ മതി. കാരണം ജയിക്കുന്ന മന്ത്രിമാരാണ് കുറവ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു ആധികാരികത കിട്ടുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ പല മണ്ഡലത്തെക്കുറിച്ചും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. BJP ഒരു 2 മുതൽ 5 സീറ്റ് വരെ നേടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഏതൊക്കെ വമ്പന്മാർ പരാജയപ്പെടുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ തരംഗവും ഉണ്ടെന്നുള്ളതാണ്. ഇത് കാരണം പല വമ്പന്മാരും LDF-ലെ CPM-ലെ വമ്പന്മാർ കടപുഴകി വീഴുമെന്നുള്ളതാണ്. വൻമരങ്ങൾ കടപുഴകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും വിചാരിച്ചത് പിണറായി വിജയനോട് മാത്രമേ ഉള്ളൂ എതിർപ്പെന്ന്. അത് മാത്രമല്ല, പിണറായി വിജയനോട് മാത്രമല്ല, പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ളവരോടും ഇവരുടെ 2 കൊല്ലത്തെ 2 തവണത്തായിട്ടുള്ള ഭരണത്തിൽ അതിശക്തമായ എതിർപ്പുണ്ടെന്നാണ്. ഇപ്പം ആദ്യ സമയത്തുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇവർ തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ശൈലജയുടെ സ്ഥിതി എന്താകും? പരിങ്ങലിൽ തന്നെയാണ്. പേരാവൂർ മത്സരിക്കുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ ആയിരിക്കും വിജയിക്കുക, ഉറപ്പാണ്. അവിടെ എന്തിനു വേണ്ടിയാണ് ശൈലജയെ ഇറക്കിയിരിക്കുന്നത്? ശൈലജയെ തോൽപ്പിക്കുക, ശൈലജയെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുത്തിയതാണ്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3 മന്ത്രിമാരെ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നത്, ഒന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി, ഉറപ്പായിട്ടും ജയിക്കും. പക്ഷേ ഭൂരിപക്ഷം കുറയും. ധർമ്മടത്ത് മത്സരിക്കുന്നത് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് ഇറക്കിയിരിക്കുന്നത്. അവിടെ സാധാരണ പിണറായി വിജയൻ കേരളത്തിൽ എമ്പാടും നടന്നിട്ട് ധർമ്മടത്ത് വളരെ കുറച്ച് സമയമേ മുൻകാലങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കൂടുതൽ സമയവും ധർമ്മടത്ത് ചെലവഴിക്കുന്നുണ്ട്. കാരണം ഭൂരിപക്ഷം കുറയും. ഈ മുമ്പ് ഏതാണ്ട് 40,000, 45,000, 50,000-ഇടയ്ക്ക് ഭൂരിപക്ഷം നേടി 2021. അത് ഇത്തവണ നോക്കിക്കോണം, പകുതിയാകും. ധർമ്മടത്തുള്ളവർ പോലും ചോദിക്കുന്നുണ്ട്, പിണറായി ഇനി എന്തിനു മത്സരിക്കുന്നു, ഇനി മാറി നിന്നുകൂടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് അപ്പൊ പിണറായി വിജയൻ വിജയിക്കും. അടുത്ത രണ്ടാമത് വരുന്നത് മരുമകൻ ബേപ്പൂരിൽ നിന്ന് വിജയിക്കും. ബേപ്പൂർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ കോട്ടയാണ്. PV അൻവർ ഇത് റിയാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കും. റിയാസ് ആദ്യമായിട്ട് ജയിക്കുന്ന അവിടെ നിന്നാണല്ലോ. ഇപ്പൊ പല വിദഗ്ധന്മാരും മികച്ച മന്ത്രിമാരുടെ പ്രകടനത്തെ പറ്റി ചോദിച്ചപ്പോൾ പൊതുമരാമത്തും ടൂറിസവും എടുത്തു പറയുന്നുണ്ട്. കാരണം ഇത് രണ്ടും നല്ല രീതിയിൽ ചക്രം അടിച്ചു മാറ്റാൻ പറ്റുന്ന വകുപ്പുമാണ്. അതുകൊണ്ട് അതിനകത്തൊക്കെ കാര്യമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മികച്ച മന്ത്രിയായി മാറി എന്ത് കാര്യവും മുഴുവൻ റീലാക്കുന്ന രീതിയും റിയാസിനുണ്ട്. അതുകൊണ്ട് റിയാസും കടന്നുകൂടും. പിന്നീട് ജയിക്കാൻ പോകുന്ന മറ്റൊരു മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ചെങ്ങന്നൂർ MLA സജി ചെറിയാനാണ്. സജി ചെറിയാൻ എന്ന് പറയാൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വലിയ ജനകീയത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ജനപ്രിയനാണ്, നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ചെങ്ങന്നൂരിന്റെ ഒരു ലാൻഡ്മാർക്കാണ്. ആ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് നിരവധി വഴികളുണ്ട്. ഈ വഴികൾ മുഴുവൻ അദ്ദേഹം ശരിയാക്കിയെടുക്കും. അദ്ദേഹം ഈ RSSകാരെ മുഴുവൻ കയ്യിലെടുക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കയ്യിൽ ചരട് കെട്ടി നിൽക്കുന്നവനെ ഇങ്ങ് വിളിക്കും, നീ എന്താണ് അവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അടുക്കൽ വിളിച്ചു നിർത്തും. ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങളുണ്ട്. ഹൈന്ദവരെ മുഴുവൻ പ്രീണിപ്പിച്ച് നിർത്താനായിട്ട് സജി ചെറിയാന് അറിയാം. അത് കടകംപള്ളിക്ക് ഏതാണ്ട് ആ സ്വഭാവവും ഉണ്ട്. പിന്നെ കടകംപള്ളിക്ക് ചില സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇക്കുറി കടകംപള്ളിക്ക് തിരിച്ചടി ഉണ്ടാവും. അപ്പൊ ജയിക്കാൻ പോകുന്ന ഈ 3 മന്ത്രിമാരേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഈ ചെങ്ങന്നൂരിൽ അതുപോലെ തന്നെ വേറൊരു തന്ത്രം കൂടെ ഉണ്ട്.
അവരുടെ ജില്ലാ സെക്രട്ടറി അവിടുത്തെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ളവർ നല്ലപോലെ ഉണ്ട് അവിടെ. അവരെ മുഴുവൻ അദ്ദേഹവും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തൂടെയുള്ള വർഗീയത, ശരിക്കും പറഞ്ഞാൽ വർഗീയത, ഒരു വശത്തെ വർഗീയതയല്ല, ഒരു സൗഹാർദ്ദവും, മറുവശത്തെ വർഗീയതയും ഒരുപോലെ സജി ചെറിയാന്റെ വിജയത്തിലേക്ക് വഴി തെളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ മന്ത്രി ബിന്ദു കൊച്ചമ്മ 8 നിലയിൽ പൊട്ടും. അവിടെ ഉണ്ണിയാടനാണ് ഇപ്പൊ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ. കാരണം വലിയ പരാജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഈ കൊച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. പക്ഷെ വാ തുറന്ന് എന്തെങ്കിലും പറയുമ്പോൾ അതെല്ലാം ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ശിവൻകുട്ടി പരാജയപ്പെടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ശിവൻകുട്ടിയുടെ അനാരോഗ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തന്നെയല്ല, ഇപ്പോൾ ഒരു അവസാനമായിട്ട് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾ നിസ്സഹായരാ, BJPക്ക് ഇങ്ങനെ അവരുടെ ആണല്ലോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ, അതുവഴി ഇങ്ങനെ പണം ഒഴുകിക്കൊണ്ടിരിക്കുക, കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് BJP, അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ്. ഇങ്ങനെ അല്ലല്ലോ, FRCA നിയമം വന്നപ്പോൾ അങ്ങനെ അല്ലല്ലോ, ഞങ്ങൾ അത് ചെറുക്കും, തോൽപ്പിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്. അല്ല ഇങ്ങനെ പറയാം, അപ്പൊ തോൽക്കും. അല്ല, അനാരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ജനം നേരിട്ട് കാണുന്ന അനാരോഗ്യമാണ്. ഒരു പാർക്കിൻസൺസ് ഉണ്ട്. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അതൊക്കെ നാളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. സഹതാപതരംഗം ഉണ്ടാക്കും. അത് സഹതാപതരംഗം ഞാൻ ചോദിച്ചോട്ടെ, ശിവൻകുട്ടി ജയിച്ചു വന്ന് കാര്യങ്ങൾ മണ്ഡലത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ട ആണല്ലോ. അതിന് അദ്ദേഹത്തിന് കഴിയത്തില്ല, ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് ജനം തീർച്ചയായിട്ടും ഈ വോട്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറിന് ഒരു വിഷൻ ഉള്ളത് കൊണ്ട് അത് വോട്ടാക്കി മാറ്റാൻ കഴിയും. നിയമത്തിന് വേണ്ടി പ്രത്യേക ഒരു പ്രകടന പത്രിക തന്നെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു വികസിത നിയമം. നരേന്ദ്രമോദി വരുമ്പോൾ റോഡ് ഷോ നടത്തുന്നത് നേമം മണ്ഡലത്തിൽ തന്നെയാണ്. നേമം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയുമാണ്. പിന്നെ പരാജയപ്പെടാൻ പോകുന്ന CPI ചിഞ്ചുറാണിയൊക്കെ പരാജയപ്പെടും. ചിഞ്ചുറാണിയൊക്കെ വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ്. അതെ, അവിടെ അവര് മന്ത്രിയായിരിക്കുമ്പോഴേ അവിടെ കൊല്ലത്തിനടുത്ത് ഒരു പാവപ്പെട്ട കുട്ടി ഷോക്കേറ്റ് മരിച്ചു. കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, താഴെ കൂടെ വയറ് പോയതുകൊണ്ട്. അപ്പൊ ചിഞ്ചുറാണി അവിടെ സൂംബ ഡാൻസ് കളിച്ചുകൊണ്ട് അവരെന്താ പറഞ്ഞത്, അവൻ അതിലെന്ത് കയറി പിടിക്കാൻ പോയത്. ഈ പിന്നെ വന്യമൃഗ ശല്യമുണ്ടായി, ആന കുത്തി കൊല്ലുകയോ ഒക്കെ ചെയ്ത സമയത്ത് പിന്നെ നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ കോഴിക്കോട് പാട്ട് പാടുകയല്ലായിരുന്നു. അതെ. അപ്പൊ ഈ ശശീന്ദ്രനൊക്കെ പരാജയപ്പെടും. കടന്നപ്പള്ളി പരാജയപ്പെടത്തില്ലേ? കടന്നപ്പള്ളിയൊക്കെ എന്തിനാണ് ഇനി നിൽക്കുന്നത്? കടന്നപ്പള്ളി ഒരു നല്ല മനുഷ്യനാണ്, ഭാവം മനുഷ്യനാണ്, നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ എന്തിനാണ് അവർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഇതിന് ഒരു വിരമിക്കൽ പ്രായം ഉണ്ടല്ലോ, മാറി നിൽക്കാം. അപ്പൊ ഇത് ജനം കാണുകയാണ്. ജനം ഇത് മാറ്റി നിർത്തും. ഇവരെ വോട്ട് ഈ ദയനീയമായി പരാജയപ്പെടുത്തി ഇവരെ ഈ ഫീൽഡിൽ നിന്ന് മാറ്റുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ CPIയുടെ പല മന്ത്രിമാരും, CPIയുടെ എന്നല്ല എല്ലാ തരത്തിലുള്ള വകുപ്പ് മന്ത്രിമാരും വൻ പരാജയമായിരുന്നു. ഈ ഇദ്ദേഹം GR അനില് ചിലപ്പോഴെങ്ങാനും കഷ്ടപ്പെടും. ഈ GR അനിൽ എന്തിന്റെ പേരിലാണ് മഹത്വം കൊള്ളുന്നത്? റേഷൻ കടയിൽ സാധനം തരുന്നത്. റേഷൻ കടയ്ക്ക് വരുന്ന സാധനങ്ങൾ, അരി എല്ലാം ഇത് എവിടുന്ന് വരുന്നതാണ്? കേന്ദ്രത്തിൻ്റെതാണ്. അത് ഇവിടുത്തെ ഡിപ്പോകൾ വഴി ഇറക്കി വിതരണം ചെയ്യുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഫംഗ്ഷനാണ്. അതിനകത്ത് ഇത്ര വലിയ ക്രെഡിറ്റ് അവകാശപ്പെടാൻ എന്താ ഉള്ളത്? തന്നെയാണ് സപ്ലൈക്ക് പ്രധാനപ്പെട്ട 13 സാധനങ്ങൾ സബ്സിഡി സാധനങ്ങളാണ്. അത് ഇല്ലാതെ വരുന്നു. അതിന് വരെ ഇവർ വില കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഈ ഗണേശന്റെ കാര്യത്തിലാണ് പത്തനാപുരത്തെ ഗണേശൻ ചാമക്കാല അവിടെ ആഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഭാവദൂഷ്യം എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിനകത്തും ഒക്കെ ഇങ്ങനെയൊക്കെ ഇല്ലേ? അതുകൊണ്ട് CPMലെ വലിയ സ്വഭാവദൂഷ്യമുള്ള ശശിയെയാണ്, ആ വിഴുപ്പാണ് കോൺഗ്രസ്സുകാരെടുത്ത് ചുമക്കുന്നത്, അല്ലേ? മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്തിയിട്ട് അതിനേക്കാൾ വലിയ വിഴുപ്പാണ് ഒറ്റപ്പാലത്തെടുത്ത് കോൺഗ്രസ് ചുമന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ജനമൊക്കെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് വിമതന്മാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ 3 മന്ത്രിമാരെ, മുഖ്യമന്ത്രി അടക്കം ഈ 3 പേരെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി നിയമസഭയിലേക്ക്. ബാക്കി വമ്പന്മാരുടെ എല്ലാം കടപുഴകുന്നതായിരിക്കും നമ്മൾ
കാണാൻ അല്ല പോകുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എത്ര മന്ത്രിമാരാ? ആ മന്ത്രിമാരുടെ എണ്ണം വെച്ചാൽ ആ. എത്ര വരും? ബാക്കിയല്ല, ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരാണ്. 21 പേരാണ്. അതിൽ 3 പേർ ജയിച്ചു കഴിയാൽ ബാക്കി വരുന്നതെന്ന് പറഞ്ഞത് 19 അല്ലേ? അതെ. 19 മന്ത്രിമാർ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് വലിയ സംഭവമാകാൻ പോകണം. അതെ. ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഇറ്റ് ഇസ് എ ബിഗ് ന്യൂസ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.